മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ വിവിപാറ്റ് ഹർജിയിൽ വ്യക്തത തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി. വിവിപാറ്റിന്റെ പ്രവർത്തനം, സോഫ്റ്റ്വെയർ തുടങ്ങിയ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതുല്യയുടെ വിശദാംശങ്ങളുമായി. അതുല്യ, വിവിപാറ്റിന്റെ സുതാര്യത, അതായത് അതിന്റെ പ്രവർത്തനം, അതുപോലെ സോഫ്റ്റ്വെയർ തുടങ്ങിയ സാങ്കേതികതയെ കുറിച്ചാണ് സുപ്രീം കോടതി ആരാഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതുല്യ? ഭദ്ര, ഇലക്ഷൻ സുതാര്യമാകണമെങ്കിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ കൂടി പൂർണ്ണമായും എണ്ണേണ്ടതുണ്ടെന്ന് കാണിച്ച് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികളിലാണ് ഇപ്പോൾ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 18-ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ വരുന്ന 24-ാം തീയതി കൂടുതൽ നിർദ്ദേശങ്ങൾ ഇതിൽ നൽകാനുണ്ടെന്ന് കാണിച്ചായിരുന്നു ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ വിവിപാറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ പ്രവർത്തനവും സംബന്ധിച്ച കാര്യങ്ങളിൽ പൂർണ്ണമായും സാങ്കേതിക വശങ്ങളിൽ വ്യക്തത വരുത്തണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക. ആ 2 മണിക്ക് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ താഴെ പറയുന്ന 5 ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും 5 കാര്യങ്ങളിലാണ് സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇവയിൽ ആദ്യത്തേത് വിവിപാറ്റിലുള്ള മൈക്രോ കൺട്രോളിംഗ് ചിപ്പ് എന്ന് പറയുന്നത് ഈ യൂണിറ്റിലാണോ, EVM യൂണിറ്റിലാണോ അതോ വിവിപാറ്റിലാണോ ഉള്ളത്? ഈ ചിപ്പ് ഒരു തവണ മാത്രമാണോ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ അതോ ഒന്നിലധികം തവണ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുമോ എന്നറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചിഹ്നങ്ങൾ, മെഷീനിൽ ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്നതിൻ്റെ സാങ്കേതിക വശം എങ്ങനെയാണ്? വിവിപാറ്റും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റും ഇവ രണ്ടും സീൽ ചെയ്യുന്നുണ്ടോ?